പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 എ പാർട്ട് കഴിഞ്ഞതാണ്. ഇനി ബി പാർട്ട് മുതലാണ് പഠിക്കേണ്ടത്. ഫൈൻഡ് ദി സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. അപ്പോൾ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 200, 200 ആൻഡ് 1000 മൾട്ടിപ്പിൾസ് ഓഫ് 10. അപ്പോൾ ഏറ്റവും ആദ്യത്തത് 200 അല്ല. കാരണം ബിറ്റ്വീൻ 200 ആൻഡ് 1000 എന്ന് പറയുമ്പോൾ 200 എടുക്കരുത്, 1000 എടുക്കരുത്, അതിനിടയ്ക്കുള്ളത് എടുക്കാവുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആയിട്ട് 200-ന് ശേഷം വരുന്ന ആദ്യത്തെ നമ്പർ 210, 220, 230 എക്സെട്ര 1000 വരെ വരുമ്പോൾ തൊട്ട് താഴെ 996. അപ്പോൾ ഇതെഴുതി കഴിഞ്ഞ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു GP അല്ല, പക്ഷേ AP ആണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ടൈം A 210, കോമൺ ഡിഫറൻസ് D 10, ലാസ്റ്റ് ടൈം AN 990. ഇനി സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ടേം ഉണ്ടെന്ന് അറിയണം. n കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. AN - A1/D + 1. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഫോർമുലകൾ ശരിക്കും അറിയാമെങ്കിൽ മാത്രമേ ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സ്മോൾ n നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ APക്ക് ഒരു ഫോർമുല പഠിച്ചിരിക്കുന്നതാണ്. AN - A1/D + 1. 990 മൈനസ് A1 എന്ന് പറഞ്ഞാൽ A തന്നെ, 210/D 10 + 1. അപ്പോൾ എത്ര കിട്ടി? 780/10 + 1 വന്നു. 78 + 1 79 ടേംസ് ഉണ്ടെന്ന് മനസ്സിലായി. സമ്മിൻ്റെ ഫോർമുല SN, n ടേംസിൻ്റെ സമ്മിൻ്റെ ഫോർമുല. ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മിൻ്റെ ഫോർമുല SN = n/2 × A1 + AN. അങ്ങനെ ഒരു ഫോർമുലയുണ്ട്. വേറെ ഫോർമുലയും ഉണ്ട്. നമുക്കിവിടെ A1-ഉം AN-ഉം N-ഉം ഉള്ള സ്ഥിതിക്ക് ഈ ഫോർമുല മതിയല്ലോ. അല്ലാതെയുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതാണത്? SN = n/2 × 2A + n - 1 × D. അതിവിടെ എടുക്കണമെന്നില്ല, അതെടുത്താലും കണക്ക് ചെയ്യാം. കാരണം 2A ഉണ്ട് പ്ലസ് n ഉണ്ട്, n - 1 × D ഉണ്ട്. അത് വെച്ചും ചെയ്യാം. പക്ഷേ AN ഉള്ള സ്ഥിതിക്ക് ഫോർമുല എടുത്തെന്ന് മാത്രം. ഇതിനകത്ത് ഇച്ചിരി കാൽക്കുലേഷൻ കുറവുണ്ട്. SN = n/2 × A1 + AN. n 79 ആണ്. 79/2 × 210 + 990. 79/2 × 1200. 79 × 600 47,400 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഒരു 3-4 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം കൃത്യം മനസ്സിലാവും. AP അല്ലെങ്കിൽ GP, ചിലപ്പോൾ AN കാണാൻ, ചിലപ്പോൾ SN കാണാൻ, ചിലപ്പോൾ അരിത്തമെറ്റിക് മീൻ കാണാൻ, അല്ലെങ്കിൽ ജിയോമെട്രിക് മീൻ കാണാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതായത് ചെയ്യാവുന്നതാണ്. APയോ GPയോ അല്ലാത്ത ഒരു സീക്വൻസ് എന്നിട്ട് അതിൻ്റെ സം കാണാൻ. അങ്ങനെ 2-3 ടൈപ്പ് കണക്കുകളാണ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. 200-നും 1000-നും ഇടയ്ക്ക് 10ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ട് അവയുടെ സം കാണുക. ബിറ്റ്വീൻ 200 ആൻഡ് 1000 എന്ന് പറയുമ്പോൾ അത് രണ്ടും എടുക്കരുത്, അതിനുള്ളിലുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടി. 210, 220 എക്സെട്ര 990 AP ആണെന്ന് മനസ്സിലായി. അതിന് ഫസ്റ്റ് ടൈമിൻ്റെ കോമൺ ഡിഫറൻസ് ഉണ്ട്, ലാസ്റ്റ് ടൈം AN ഉണ്ട്. അപ്പോൾ പിന്നെ N ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ ഫോർമുല വെച്ച് AN - A1/D + 1 79 എന്ന് കിട്ടി. SN കാണാനുള്ള ഫോർമുല n/2 × A1 + AN. അത് ചെയ്തപ്പോൾ നമുക്ക് n-ൻ്റെ സ്ഥാനത്ത് 79 ഇട്ടുകൊണ്ട് കണക്ക് ചെയ്തപ്പോൾ 47,400 എന്ന ആൻസർ കിട്ടി. കാൽക്കുലേറ്റ് സം ഓഫ് n ടേംസ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ 3 തവണ അടുപ്പിച്ച് വായിച്ചു. അടുപ്പിച്ച് ഇങ്ങനെ 3, 4, 5 തവണ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പ്രോബ്ലത്തിൻ്റെ മുഖഭാഗം ആയിക്കോളും. ആൻസറല്ല വായിക്കേണ്ടത്, ശരിക്കും ക്വസ്റ്റ്യനാണ് പലതവണ വായിക്കേണ്ടത്. അപ്പോൾ ആൻസർ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. കാൽക്കുലേറ്റ് സം ഓഫ് n ടേംസ് ഓഫ് ദ സീരീസ് ഹൂസ് nth ടേം ഈസ് AN = n × n + 3.
നമ്മൾ കണ്ടേക്കൂട്ട് പ്രോബ്ലം ആണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് സം ഓഫ് n ടേംസ് ഓഫ് ദ സീരീസ് whose nth term is n is equal to n into n plus 3. Calculate sum of n terms of the series whose nth term is n is equal to n into n plus 3. സം ഓഫ് n ടേംസ് ഓഫ് ദ സീരീസ്, അതായത് SN കാണുക. എന്താണ് തന്നിരിക്കുന്നത്? an. അപ്പോൾ an തന്നിട്ട് SN കാണാൻ. അപ്പോൾ അതിന് പറ്റിയ ഫോർമുലയുണ്ടോ? അഞ്ചാമത്തെ കണക്ക് വരെ എത്തിയപ്പോഴേക്കും മിക്കവാറും എല്ലാ കണക്കും ഈ ടൈപ്പൊക്കെ തന്നെ ഇനി തുടർന്ന് വരുള്ളൂ. SN കാണുക, an തന്നിട്ട്. പക്ഷേ അങ്ങനെ AK ആണ് തരുന്നതെങ്കിൽ നമുക്ക് SN കാണാൻ ഫോർമുലയുണ്ട്. an തന്നാൽ നിങ്ങൾക്ക് AK കാണാൻ ഒരു പാടില്ല. എന്നിൻ്റെ സ്ഥാനത്ത് K ഇട്ട് AK സമം K ഇൻറ്റു K പ്ലസ് ടി എന്നങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ AK തന്നിട്ട് SN കാണാനുള്ള ഫോർമുല ഉപയോഗിച്ചാൽ മതിയല്ലോ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. എന്താണ് ആ ഫോർമുല? SN ഈസ് ഇക്വൽ ടു സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n AK. അപ്പോൾ നമുക്ക് an എഴുതാം n ഇൻറ്റു n പ്ലസ് ടി. അപ്പോൾ എന്താണ് K ഇൻറ്റു K പ്ലസ് ടി, അതായത് K സ്ക്വയർ പ്ലസ് ടി K. SNൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n AK. സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n AK. അപ്പോൾ സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n K സ്ക്വയർ പ്ലസ് ടി K. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ് ഇടാൻ പ്രത്യേകം ഓർത്തോളണം. ഓരോന്നിനും സിഗ്മ എടുക്കുവാണ്. സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n K സ്ക്വയർ പ്ലസ് 3 പുറത്തെടുത്ത് സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n K. എന്താണ് സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n K സ്ക്വയർ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 പ്ലസ് 3 ഇൻറ്റു എന്താണ് സിഗ്മ K ഈസ് ഇക്വൽ ടു 1 to n K n ഇൻറ്റു n പ്ലസ് 1/2. ഇവിടെ വേണമെങ്കിൽ ആൻസർ നിർത്താം, അല്ലെങ്കിൽ രണ്ടിൽ നിന്നും n ഇൻറ്റു n പ്ലസ് 1/2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ബാക്കി അവശേഷിക്കുന്നത് 2n പ്ലസ് 1/3 ആണ്, പ്ലസ് ഒരു 3യും കൂടി. ഇതൊന്ന് LCM കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. n ഇൻറ്റു n പ്ലസ് 1/2 3ആണ് ഇവിടുത്തെ LCM വരുന്നത്. അപ്പോൾ 2n പ്ലസ് 1 പ്ലസ് 9. അപ്പോൾ ഒരു ഇച്ചിരോടെ ചെയ്യുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 10/6. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് 2 പുറത്തേക്ക് എടുത്ത് n പ്ലസ് 5 എന്ന് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ട് ഈ 2ഉം 2ഉം കൂടെ വെട്ടാം. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5/3 ഇവിടം വരെയൊക്കെ നമുക്ക് ആൻസർ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ വെച്ച് നിർത്തിയാലും മാർക്ക് കിട്ടുന്നതാണ്. 5 തീർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ചില പിള്ളേർ വിചാരിക്കുന്നുണ്ട് ടീച്ചർ സീക്വൻസ് ആൻഡ് സീരീസ് ഫോർമുല എഴുതുന്നു, അതിനുശേഷം ഇങ്ങനെ പ്രോബ്ലം APയും GPയും എല്ലാം കൂടി ഇടകലർത്തി ചെയ്യിക്കുകയാണ്. എൻ്റെ പൊന്നു പിള്ളേരെ, അങ്ങനെ മാത്രമേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇപ്പോൾ ഒരു പാഠത്തിൻ്റെ തന്നെയല്ലല്ലോ, എല്ലാ പാഠത്തിനാണ് ക്വസ്റ്റ്യൻ ഇടകലർത്തിയാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ A പാർട്ടിൽ ഏതെങ്കിലും ഒരു പാഠത്തിൽ നിന്നാണെങ്കിൽ B പാർട്ടിൽ വേറൊരു പാഠത്തിൽ നിന്നായിരിക്കും, C പാർട്ടിൽ വേറൊരു പാഠത്തിൽ നിന്നായിരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ. അപ്പോൾ പിന്നെ ഇടകലർത്തി അല്ലാതെ പിന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്? 6ൻ്റെ A പാർട്ട് വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ സീക്വൻസ് whose nth term is n/n plus 1. വീണ്ടും വായിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ സീക്വൻസ് whose nth term is n/n plus 1. ഈ ബ്രാക്കറ്റിൽ 4 ആൻസർ തന്നിട്ടുണ്ട്. ഒരു ആൻസർ 1 2 3 4 5 6, അടുത്ത 2 3 4 5 6, അടുത്ത 2 3/2 4/3 5/4 6/5, അടുത്തത് 1/2 2/3 3/4 4/5 5/6. Which among the following represents the sequence whose nth term is n/n plus 1 ആണ്. എന്തായാലും ഫ്രാക്ഷനാണ് an, അല്ലെങ്കിൽ nth ടേം n/n plus 1. അപ്പോൾ എല്ലാ ടേമും ഫ്രാക്ഷനായിട്ടിരിക്കും. നമുക്ക് ഫസ്റ്റ് നോക്കാം. an ആണ് ഇത്. അപ്പോൾ ഫസ്റ്റ് ടേം a1 എന്താണ്? 1/1 plus 1 എന്ന് വെച്ചാൽ 1/2. ആദ്യം 1/2. A2 കാണാം, സെക്കൻഡ് ടൈം കാണാം 2/2 പ്ലസ് 1 എന്ന് വെച്ചാൽ 2/3. തേർഡ് ടൈം A3 കാണാം 3/3 പ്ലസ് 1 3/4 എക്സെട്ര. അപ്പോൾ ഇതാണ് ബ്രാക്കറ്റിലെ 4 ആൻസറിൽ എന്ന് മനസ്സിലായി. അതേ എടുത്ത് എഴുതിയേക്കണം. 1/2 2/3 3/4 എക്സെട്ര 4/5 5/6. അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് പ്രോഗ്രഷൻ ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീരീസ് 1 പ്ലസ് 2/3 പ്ലസ് 4/9 പ്ലസ് എക്സെട്ര. യൂസിങ് പ്രോഗ്രഷൻ ഏത് പ്രോഗ്രഷനാണ്? അരിത്തമെറ്റിക്കാണോ ജിയോമെട്രിക്കാണോ നമ്മൾ തീരുമാനിച്ചോളാം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് S5 ആണ് കാണേണ്ടത്. S5 ഇതാണ് സീരീസ് 1 പ്ലസ് 2/3 പ്ലസ് 4/9 പ്ലസ് എക്സെട്ര. അപ്പോൾ 1 പ്ലസ് 2/3 പ്ലസ് 4/9 പ്ലസ് എക്സെട്ര കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് AP ആയിട്ടാണോ തോന്നണത്, GP ആയിട്ടാണോ തോന്നണത്? ഇത് ഒരു സംഖ്യ കൂട്ടി പോയേക്കും അല്ല, ഇത് ഗുണിച്ച് പോയേക്കാം. 1 ഫസ്റ്റ് ടൈം അതിനെ 2/3 കൊണ്ട് ഗുണിച്ചാണ് സെക്കൻഡ് ടൈം. അപ്പോൾ 2/3 ആണ് കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത്. ഈ 2/3യെ വീണ്ടും 2/3 കൊണ്ട് ഗുണിച്ചതാണ് എന്ത്?
4/9. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കോമൺ റേഷ്യോ 6 2/3 വരുന്ന ഒരു GP ആണിത്. അപ്പോൾ 2/3 + 4/9 + എക്സെട്ര അത് GP ആണ്. ഫസ്റ്റ് ടൈം A1 ആണ്. കോമൺ റേഷ്യോ 6 2/3 ആണ്. നിങ്ങൾക്കിത് നോക്കിയെടുക്കാൻ അറിയത്തില്ലെങ്കിൽ സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടൈം ബൈ സെക്കൻഡ് ടൈം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2/3 കിട്ടും. ഈ 2/3 1നേക്കാൾ ചെറുതാണ്, കാരണം 3/3 എന്ന് പറയുന്നതാണ് 1. അപ്പോൾ ഇത് 1നേക്കാൾ ചെറുതാണ്. അപ്പോൾ SNൻ്റെ ഫോർമുല 2 ഉള്ളതിൽ 6 1നേക്കാൾ ചെറുതാകുമ്പോൾ 1 - 6 വരുന്ന ഫോർമുല A × 1 - r/n/1 - r എന്നാണ്. A × 1 - r/n/1 - r, ഈ ഫോർമുല എടുക്കാം. അപ്പോൾ S5 എന്താണ്? A1 ആണ്. 1 × 1 - 2/3 (5/1 - 2/3). 1 - 2/3 (5/1 - 2/3). അപ്പോൾ 1 × വേണ്ട, ഇനി 1 - 2/5/3/5/1 എന്ന് പറഞ്ഞാൽ 3/3 -2/3. അപ്പോൾ 1 - 2/5 32 ആണെന്നും 3/5 243 ആണെന്നും കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ 3/5 3 × 3 × 3 × 3 × 3 ഗുണിച്ചെടുത്താൽ മതി. ഇനി 3/3 - 2/3 എന്താണ്? 1/3. ഇനി ഇത് നമുക്ക് LC എടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 243 ആണ് LCM. അപ്പോൾ LC എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 243 - 32 എന്ന് വരുന്നു. ഇൻറ്റു 1/3 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 3/1 കൊണ്ട് ഗുണിക്കുന്നു. ഇത് തമ്മിൽ കുറച്ചപ്പോൾ 211 കിട്ടി. 243 × 3. അപ്പോൾ ഇവ തമ്മിൽ വെട്ടി 81 ആണ് ഇവിടെ വരുന്നത്. 211/81. കാൽക്കുലേഷൻ ചെയ്യാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാൻ നിങ്ങൾ 5ാം ക്ലാസ് മുതൽ ശരിക്കും പഠിക്കുന്നതാണ്. ഒരു GP ആണിത്. A1 ആണ്. കോമൺ റേഷ്യോ 6 2/3 <1 ആണ്. അപ്പോൾ SNൻ്റെ ഫോർമുല A × 1 - r/n/1 - r ആണ്. S5 ആണ് കാണേണ്ടത്. A1 1 × 1 - 2/3 (5/1 - 2/3). 1 - 2/5/3/5/1 3/3. 3/3 - 2/3. 1 - 32/243/1/3. ഇത് LC എടുക്കുമ്പോൾ 243. LC എടുക്കുമ്പോൾ 243 - 32. ഇനി 1/3 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഇൻറ്റു 3/1 കൊണ്ട് ഗുണിക്കുന്നു. 211/243 × 3 211/81. ഫൈൻഡ് 0.6 + 0.66 + 0.666 + എക്സെട്ര ടു n ടൈംസ്. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് 0.6 + 0.66 + 0.666 + എക്സെട്ര ടു n ടൈംസ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പോയിൻ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ പോയിൻ്റ് ഇട്ടുള്ള ക്വസ്റ്റ്യനും വരും. അപ്പോൾ ലെറ്റ് SN = 0.6 + 0.66 + 0.666 + എക്സെട്ര ടു n ടൈംസ്. ഇത് നമുക്ക് മറ്റു കണക്കുകളിലെ പോലെ പുറത്തെടുക്കാൻ പറ്റുന്ന 6 ആണ്. 6 പുറത്തെടുക്കുമ്പോൾ 0.1 + 0.11 + 0.111 + എക്സെട്ര ടു n ടൈംസ്. 9 കൊണ്ട് ഹരിക്കുന്നു. 9 കൊണ്ട് അകത്ത് ഒപ്പം ഗുണിക്കുന്നു. 6/9 × 0.9 + 0.99 + 0.999 + എക്സെട്ര ടു n ടൈംസ്. 6/9 × 0.9 എന്ന് പറയുന്നത് 1 - 0.1 ആണ്. 1 നമ്മൾ 10 വെച്ചല്ലേ മറ്റേ കണക്കുകളൊക്കെ ചെയ്താൽ, ഈ കണക്ക് 1 വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അതേ വ്യത്യാസമുള്ളൂ. 0.9 നമുക്ക് എഴുതേണ്ടത് 1 - 0.1 എന്നാണ്. പ്ലസ് 0.99 എഴുതേണ്ടത് 1 - 0.01 ആണ്. പ്ലസ് 0.999 എഴുതേണ്ടത് 1 - 0.001 ആണ്. പ്ലസ് എക്സെട്ര ടു n ടൈംസ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 0.9 എഴുതേണ്ടത് 1 - 0.1 പ്ലസ് 0.99 എഴുതേണ്ടത് 1 - 0.01 പ്ലസ് 0.999 എഴുതേണ്ടത് 1 - 0.001 പ്ലസ് എക്സെട്ര ടു n ടൈംസ്. 6/9 × 1 - വേണമെങ്കിൽ ഈ 0.1 0.01 0.001 അങ്ങനെ തന്നെ ഇടാം.
ഞാനത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. മാറ്റാൻ നിങ്ങൾക്ക് പ്രയാസം ഇല്ലായിരിക്കും. 0.1 1/10 ആണ്. അപ്പോൾ 1 - 1/10 പ്ലസ് 1 - ഇത് 1/100 ആണ്, പ്ലസ് 1 - ഇത് 1/1000 ആണ്, പ്ലസ് എക്സെട്രാ ടു n ടൈംസ്. ഇതെങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കും? നിങ്ങൾക്കറിയാം, ഈ വണ്ണുകൾ തമ്മിൽ ആദ്യം കൂട്ടും. n ടേംസിലും 1 ഉണ്ട്. അപ്പോൾ 1 × n അവിടെ വരും. മൈനസാണ് എല്ലാ ടേമുകളും. അപ്പോൾ മൈനസ് പുറത്തെടുത്ത് 1/10 പ്ലസ് 1/100 പ്ലസ് 1/1000 പ്ലസ് എക്സെട്രാ ടു n ടേംസ്. ഇതൊരു GP ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടൈം 1/10 ആണ്. കോമൺ റേഷ്യോ 6 1/10 ആണ്. 1/10 കൊണ്ടാണ് മുന്നോട്ട് ഗുണിച്ച് പോയേക്കുന്നത്. ആ 6 1/10 <1 ആണ്. അപ്പോൾ SNൻ്റെ ഫോർമുല A × 1 - r⁴n/1 - r ആണ്. A 1/10 ആണ്. A 1/10 ആയതുകൊണ്ട് നമുക്ക് ആ ഫോർമുല വെച്ച് ഇവിടെ എഴുതാം. ഇവിടെ n കിട്ടി. 6/9 പുറത്തുണ്ട്. ബ്രാക്കറ്റിനകത്ത് n മൈനസ് എന്താണ് A 1/10 × 1 - r എന്താണ് 1/10 all raised to n, r⁴n ആയി, ബൈ 1 - r എന്താണ് 1 - 1/10. ഈ ഫോർമുലയിൽ നമ്മൾ എയുടെയും ആറിൻ്റെയും വില ഇട്ടു. 6/9 × n മൈനസ് 1/10 × 1 - 1/10/10n ബൈ 1 - 1/10 എന്ന് പറയുന്നത് 9/10 ആണ്. കാരണം 1 10/10 ആണ്. 10/10 ന് 1/10 കുറയ്ക്കുമ്പോൾ 9/10. 6/9 × n മൈനസ് 1/10 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇൻറ്റു വരുമ്പോൾ അപ്പോൾ 10/9 വരും. 1 - 1/10n. 1/n 1 ആണ്. 1/10n. 6/9 ഇൻറ്റു ബ്രാക്കറ്റിൽ n മൈനസ് 1/9 ഇൻറ്റു 1 - 1/10n. അപ്പോൾ ഫൈനൽ ആൻസർ വരും. ഒന്നുകൂടെ പറഞ്ഞുതരാം. SN = 0.6 പ്ലസ് 0.66 പ്ലസ് 0.666 പ്ലസ് എക്സെട്രാ ടു n ടൈംസ് 6 പുറത്തെടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ 0.1 പ്ലസ് 0.11 പ്ലസ് 0.111 പ്ലസ് എക്സെട്രാ ടു n ടൈംസ് 6/9 9 കൊണ്ട് ഹരിക്കുമ്പോൾ അകത്ത് 9 കൊണ്ട് ഗുണിക്കുന്നു. 0.9 പ്ലസ് 0.99 പ്ലസ് 0.999 പ്ലസ് എക്സെട്രാ ടു n ടൈംസ് 6/9 ഇൻറ്റു 0.9 1 - 0.1 ആണ്, പ്ലസ് 0.99 1 - 0.01 ആണ്, പ്ലസ് 0.999 1 - 0.001 ആണ്, പ്ലസ് എക്സെട്രാ ടു n ടൈംസ് 6/9 ഇൻറ്റു 1 മൈനസ് ഇത് 0.1 അത് 1/10 എന്ന് പറയാം, പ്ലസ് 1 മൈനസ് ഇത് 0.01 1/100 എന്ന് പറയാം, പ്ലസ് 1 മൈനസ് 0.001 നമുക്ക് 1/1000 എന്ന് പറയാം, പ്ലസ് എക്സെട്രാ ടു n ടൈംസ് 6/9 ഇൻറ്റു 1കൾ n തവണ കൂട്ടുന്നു. 1 × n മൈനസ് 1/10 പ്ലസ് 1/100 പ്ലസ് 1/1000 പ്ലസ് എക്സെട്രാ ടു n ടൈംസ്. ഇത് ഒരു GP ആണ്. ഫസ്റ്റ് ടൈം 1/10 കോമൺ റേഷ്യോ 1/10 വരുന്ന GP. ആ കോമൺ റേഷ്യോ <1 ആണ്. അതുകൊണ്ട് നമ്മൾ SNൻ്റെ ഫോർമുല n ടൈംസ് കൂട്ടിയെടുക്കുകയാണ്. SN തന്നെയാണ്. A × 1 - r⁴n/1 - r എന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. 6/9 ഇൻറ്റു ഇത് n ആയി മൈനസ് ഈ ഫോർമുല വെച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. എയുടെ സ്ഥാനത്ത് 1/10 ഇൻറ്റു 1 മൈനസ് ആറിൻ്റെ സ്ഥാനത്തും 1/10 ഓൾ റേസ്ഡ് n ബൈ 1 മൈനസ് 6 1 മൈനസ് 1/10 6/9 ഇൻറ്റു ബ്രാക്കറ്റിൽ n മൈനസ് 1/10 ഇൻറ്റു 1 മൈനസ് 1/10/10n ബൈ 1 ന്ന് 1/10 കുറയ്ക്കുമ്പോൾ 1 10/10 ആയതുകൊണ്ട് മൈനസ് 1/10 ചെയ്യുമ്പോൾ 9/10. 6/9 ഇൻറ്റു n മൈനസ് 1/10 ഇൻറ്റു ഇത് 10/9 ആയിട്ട് മാറുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ 1 മൈനസ് 1/10n കാരണം 1/n 1 ആണ്. അപ്പോൾ 6/9 ഇൻറ്റു ബ്രാക്കറ്റിൽ n മൈനസ് വെട്ടിപ്പോയിട്ട് 1/9 ഇൻറ്റു 1 മൈനസ് 1/10n. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ഇവിടം വരെയും കൂടി പഠിച്ചേക്കാം. കണക്കുകളൊക്കെ എളുപ്പമാണ്, ഒരുപാട് കണക്കുകളൊന്നും ഇല്ല. The sum of infinite series 1 1/3 1/9 etc. വെരി സിമ്പിളാണ്. The sum of infinite series 1 1/3 1/9 etc. 1 1/3 1/9 etc. എന്ന് പറയുന്ന ഒരു GP ആണ്. അതിൻ്റെ ഫസ്റ്റ് ടൈം A 1 ആണ്. കോമൺ റേഷ്യോ 6 1/3 ആണ്.
സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് എസ് ഇൻഫിനിറ്റി എന്ന ഫോർമുല ജി പിക്കുണ്ട്. ആ ഫോർമുല എന്താണ്? എ ബൈ 1 - r എന്നാണ്. എസ് ഇൻഫിനിറ്റി എ ബൈ 1 - r. അപ്പോൾ 1/1 - 1/3. 1/1 1/3 കുറച്ചാൽ 2/3 ആണ്. കാരണം 1 3/3 ആണ്. 3/3 1/3 കുറച്ചാൽ 2/3. ഒരു ബ്രാക്കറ്റ് ഇടുക. 1നെ 2/3 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 1നെ 3/2 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ നമുക്ക് 3/2 എന്ന് ആൻസർ കിട്ടുന്നു. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. ഇതൊക്കെ നേരത്തെ പഠിച്ചേക്കൂട്ട് കണക്കുകളാണ്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. 100നും 1000നും ഇടയ്ക്ക് 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണുക. അപ്പോൾ ആദ്യത്തത് 100 തന്നെയല്ല, 105, 110 എക്സെട്ര. അവസാനത്തെ 1000 അല്ല, 995. 105, 110, 115 എക്സെട്ര 995. ഇത് എ പി ആണ്. ഫസ്റ്റ് ടേം A1 105, കോമൺ ഡിഫറൻസ് D 5, ലാസ്റ്റ് ടേം AN 995. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് n കാണാൻ AN - A1 / D + 1 ചെയ്താൽ മതി. 995 - 105 / 5 D + 1. അപ്പോൾ 890/5 + 1 178 + 1 179. അപ്പോൾ SNൻ്റെ ഫോർമുല n/2 × A1 + AN. അപ്പോൾ ഇത്രയും ടേംസ് എസ് 179 ടേംസ് ഉണ്ട്. എന്നിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ 179 ഇട്ട് SNനെ S 179 എന്ന് എഴുതാം. അത്രയും ടേംസിൻ്റെ തുകയാണ് നമ്മൾ കാണേണ്ടത്. 179 n / 2 ഫസ്റ്റ് ടേം A1ൻ്റെ സ്ഥാനത്ത് 105 പ്ലസ് ANൻ്റെ സ്ഥാനത്ത് 995. 179/2 × 1100. 179 × 550 98 450 എന്ന് ആൻസർ കിട്ടുന്നു. ഫൈൻഡ് സം ടു n ടൈംസ് ഓഫ് ദ സീക്വൻസ് 888 888 എക്സെട്ര. ഫൈൻഡ് സം ടു n ടൈംസ് ഓഫ് ദ സീക്വൻസ് 888 888 എക്സെട്ര. ആ കണക്കും നിങ്ങൾ പഠിച്ചേക്കൂട്ടാണ്. ലെറ്റ് SN = 8 + 88 + 888 + എക്സെട്ര ടു n ടൈംസ് എന്നെഴുതണം. ലെറ്റ് SN = 8 + 88 + 888 + എക്സെട്ര ടു n ടൈംസ്. ഇനി നിങ്ങൾക്കറിയാലോ, 8 പുറത്തെടുത്തു. 1 + 11 + 111 + എക്സെട്ര ടു n ടൈംസ്. 9 കൊണ്ട് ഹരിക്കുന്ന, അപ്പോൾ 9 കൊണ്ട് ഗുണിച്ചു അകത്ത് 8/9 × 9 + 99 + 999 + എക്സെട്ര ടു n ടൈംസ്. 8/9 × 10 - 1 + 10² - 1 + 10³ - 1 + എക്സെട്ര ടു n ടൈംസ്. 8/9 × 10ൻ്റെ ഗ്രൂപ്പ് ഒന്നിച്ച് 10 + 10² + 10³ + എക്സെട്ര ടു n ടൈംസ് -1 × n. -1 എല്ലാ ടേംസിലുണ്ട്. -1 × n. ഇതൊരു GP ആണ്. അതിൻ്റെ ഫസ്റ്റ് ടൈം A 10 ആണ്. കോമൺ റേഷ്യോ R 10 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്. SNൻ്റെ ഫോർമുല A × r⁻n - 1/r - 1 ആണ്. 10 × 10⁻n - 1/10 - 1 9. അപ്പോൾ 8/9 × ഇതിൻ്റെ വില എന്താണ്? 10 × 10⁻n - 1/9 - n. 9 LC എടുക്കാം. 8/9 പുറത്തുണ്ട്. 10 × 10⁻n - 1/1 - 9n/9. വേണമെങ്കിൽ ഈ 9 ഒന്നിച്ച് ഗുണിച്ച് 81 8/81 × ബ്രാക്കറ്റിൽ 10 × 10⁻n - 1 - 9n എഴുതി നിർത്താം. ഇവിടെ വെച്ച് നിർത്തിയാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ABC പിരിവ് അവിടെ തീർന്നിട്ടുണ്ട്. ഞാൻ ഓർ ക്വസ്റ്റിൻ്റെ A പാർട്ടും കൂടി എടുക്കുകയാണ്. ദ 6th ടേം ഓഫ് ദ GP 1/2 1/4 1/8 എക്സെട്ര ഈസ് ഡാഷ്. ഈ ബ്രാക്കറ്റിലെ ഏത് ആൻസറാണ്? 6th ടേം ഓഫ് ദ GP എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കിട്ടിയാൽ A6 ഒന്ന് കണ്ടാൽ പോരെ, മതി. അപ്പോൾ GP ഏതാണ്? 1/2 1/4 1/8 എക്സെട്ര GP ആണ്. A 1/2 കോമൺ റേഷ്യോ 6. ഒന്നിലിങ്ങനെ നോക്കി പറയാം. ആദ്യത്തെ ടേമിനെ എന്തുകൊണ്ട് ഗുണിച്ചാണ് രണ്ടാമത്തെ ടേം? 1/2 കൊണ്ട്. രണ്ടാമത്തെ ടേമിനെ അതേ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ മൂന്നാമത്തെ ടേം കിട്ടി. അതാണ് ആർപ്പേ. ഒന്നിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ R = second by first 1/4/1/2. അപ്പോൾ 1/4 × 2/1 അങ്ങനെ വെട്ടിപ്പോയിട്ട് 1/2.
ഇനി AN കാണാനുള്ള ഫോർമുല വേണമല്ലോ. A6 കാണാൻ AN = A × R⁻n−1. GPയുടെ AN = A × R⁻n−1. അതായത് A6 കാണാൻ A 1/2 × R 1/2 n-1 എന്ന് പറയുന്നത് 6 - 1. അപ്പോൾ 5 വരും. n 6 ആയതുകൊണ്ട് 6 - 1 5 വരും. 1/2 6 എന്ന് വരും. രണ്ടോടെ ഗുണിക്കുമ്പോൾ ഇത് 1/2 ആയതുകൊണ്ട് റേസ്റ്റ് തമ്മിൽ കൂട്ടുമ്പോൾ 6 വരും. 1/2 6 1/6/2 6 എന്ന് പറയുമ്പോൾ 1/64 1/64 എന്നാണ് കിട്ടിയത്. ഇനി ഈ B പാർട്ട് ഇച്ചിരി വലിയ കണക്കാണ്, C പാർട്ട് ഇച്ചിരി വലിയ കണക്കാണ്. അതുകൊണ്ട് ഞാൻ 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓറിൻ്റെ A പാർട്ടിൽ കണക്ക് നിർത്തുവാണ്. ഇത്രയും കണക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് വൈകുന്നേരത്തെ പരീക്ഷ എഴുതുക. അപ്പോൾ ഈ 7ൽ തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ വരും, 3 പിന്നെ ഈ ഓറിനോടെ 4 ക്വസ്റ്റ്യൻ. പിന്നെ 6ലെ ഇതെല്ലാം വരും. ABC 3 വിരിവ്, അപ്പോൾ 4 3 7. പിന്നെ 5ൽ ഈ 2 കണക്കേ ഉള്ളൂ. 7 9 കണക്ക്, 7 9 കണക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ആവർത്തിച്ച് വരുന്ന കണക്കുകളാണ്. ഒരു പുതിയതായിട്ട് പഠിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ 9 കണക്കുകളും പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക.